അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളൊരു ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ അളവിൽ നമ്മൾ ഒരു ഫുൾ ചിക്കൻ ബ്രോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാത്തിരുന്നു. നമ്മൾ ആ ബട്ടർ മിൽക്കിലോട്ട് പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം ഗൈസ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു പാല് പൊട്ടിച്ചൊരിക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ഒരു ഫുൾ ചിക്കൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പാലെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആവശ്യം അനുസരിച്ച് എല്ലാം ഇട്ടോ ഗൈസ്, ആഡ് ചെയ്തു. ഓക്കെ, പാലിത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് ജസ്റ്റ് ഒന്ന് പിരിക്കാൻ വേണ്ടി നമുക്ക് വിനാഗിരി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലേശം അളവനുസരിച്ച് മാത്രം വിനാഗിരികളൊക്കെ ആഡ് ചെയ്യണം. ഒന്ന് ശ്രദ്ധ പോയാൽ പണി കിട്ടും ഗൈസ്. ഓക്കെ, മതി. ദെൻ നമുക്ക് മിക്സ് ചെയ്യാം ഗൈസ്. സ്പൂൺ എടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം, അതിന് ശേഷം വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഒരു 15 മിനിറ്റ് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കി സ്പൈസസിലോട്ട് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ബേക്കിംഗ് സോഡ. ദെൻ ചിക്കൻ വരട്ടെ. ചിക്കൻ അപ്പൊ ഗൈസ് നമ്മൾ 15 മിനിറ്റ് ആയിട്ടുള്ള പാല് വിനാഗിരി മിക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ ആവശ്യത്തിനും എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇത്തിരി ക്വാണ്ടിറ്റി വൈസ് പറയാൻ നിൽക്കുകയാണെങ്കിൽ പലർക്കും പല ക്വാണ്ടിറ്റി ആയിരിക്കും ഗൈസ് നമ്മളെ വെളുത്തുള്ളി പേസ്റ്റ്. കാരണം ഓരോരുത്തരുടെ വീട്ടിൽ ഓരോരോ ഒരു അളവാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് ഈ അളവ് പറയാത്തത്. നമ്മൾ നിങ്ങളൊക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഓരോ കറിയൊക്കെ വയ്ക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ മിക്സ് വെൽ ഗൈസ്. ഓക്കെ, നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ മുളക് പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് കട്ടിയായിട്ട് ഇരിപ്പുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇട്ടേക്കുന്ന കാശ്മീർ ചില്ലിയാണ്. അപ്പം നിങ്ങൾ മുളക് പൊടിയുടെ കളർ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് വലിയ എരിയൊന്നും ഇല്ല. അത് കണക്ക് തന്നെ നമ്മൾ കുറച്ച് കളറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഗൈസ് ഇത്ര എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വലിയ എരിയില്ല ഗൈസ് മുളക് പൊടിക്ക്. ദെൻ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്കിനി നമ്മളെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കൻ പടപടാനിട്ട് കൊടുക്കാം ഗൈസ്. നമ്മൾ ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയി ഗൈസ് നമ്മൾ കഴുകി ചിക്കനൊക്കെ നല്ല വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുക എന്തിനാണ് ഇത്രയും മസാല ഇങ്ങനെ കഴിക്കുന്നത് അല്ലേ? പക്ഷേ മസാല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിക്കൻ മുങ്ങിക്കിടക്കാൻ വേണ്ടിയാണ്, എന്നാലേ ആ ഒരു ഫ്ലേവർ പിടിക്കത്തുള്ളൂ. നമ്മൾ KFC ബ്രോസ്റ്റഡ് ഒക്കെ വാങ്ങുമ്പോഴേ നല്ല ചില ചിക്കനൊക്കെ ഉണ്ട്, നല്ല സ്മൂത്ത് പിന്നെ ജ്യൂസ് കണക്ക് ഇറങ്ങി വരത്തില്ലേ. അപ്പോൾ നമ്മൾ നല്ലപോലെ മുക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഒരു ദാക്ഷിണ്യം കാണിക്കുന്ന ഗൈസ്, നല്ലപോലെ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ നമുക്കൊരു 4 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ കയറ്റാം. കാരണം 4 മണിക്കൂറൊക്കെ ഇരുന്നാലേ നല്ല ഫ്ലേവർ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കുകയാണ്. ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല, നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ആ മിക്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ആ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഓക്കെ മതി, കുറച്ചും കൂടെ മതി ഗൈസ്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി പേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് എനിക്ക് ഡൗട്ടാണ് ഇഞ്ചി പേസ്റ്റ് ഇടുന്നില്ലെന്ന് വെച്ചാൽ ഇഞ്ചി പേസ്റ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഫ്ലേവർ മനസ്സിലായോ. ഇപ്പോൾ വെളുത്തുള്ളിയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അത്ര ആഗ്രഹമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഉപ്പിട്ട് കൊടുക്കുക. ദെൻ നമുക്ക് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളം തന്നെ വേണം ഗൈസ്. അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ച് പയ്യെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ബാറ്ററി രൂപ ഞാൻ കാണിച്ചു തരാം, ആ രൂപത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കൊരു സംഭവം മറന്നുപോയി. സംഭവം എന്ന് പറഞ്ഞാൽ മുട്ട ആഡ് ചെയ്യണം. ഇത് ഗൈസ് നിങ്ങൾ മറക്കല്ലേ, മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മിക്സ് ചെയ്യാം. ഓക്കെ, ഗൈസ് മുട്ട മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബാറ്ററി പരിവം. ഉണ്ടോ? ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് മിക്സിങ്ങിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ് ആണ്. അപ്പം മിക്സിങ്ങിന് വേണ്ടിയുള്ള പൊടികളൊക്കെ പോകാം. മൈദ മൈദ ഇസ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് മൈദ എടുക്കുക. എല്ലാം ആവശ്യത്തിനാണ്. കാരണം നമുക്കൊരു അളവ് കാണത്തില്ല.
നമ്മൾ എത്ര ചിക്കൻ പൊരിക്കുന്നത്, നിങ്ങൾ എത്ര ചിക്കൻ പൊരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടല്ലോ. സോ നമ്മൾ അളവില്ല ഗൈസ്. ഓക്കെ, നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സംഭവത്തിലൊരു ക്രിസ്പി കളർ ഉണ്ടല്ലോ, ഒരു കളറിനും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ആവശ്യത്തിന് മതി ഗൈസ്, കാരണം നമ്മൾ ഇഷ്ടംപോലെ ഓരോന്നിനും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ജസ്റ്റ് മിക്സ് ചെയ്യാം. നോക്ക് മിക്സിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുളക് പൊടിയൊക്കെ ഇതുമാതിരി കട്ടി പിടിച്ച് കിടക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ പരിപാടി, ലാസ്റ്റ് പറയത്തില്ല, സെക്കൻഡ് ലാസ്റ്റ്, ഇനി ഇത് ഫ്രൈ ചെയ്യണം. നമ്മളൊരു സെക്കൻഡ് ലാസ്റ്റ് പരിപാടിക്ക് വേണ്ടി നമ്മൾ കണ്ടതാ നമുക്കൊന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്യാം ഗൈസ്, കാരണം ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നല്ലോണം മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നല്ല ലെഗ് പീസ് തന്നെ നോക്കി അങ്ങോട്ട് എടുക്കാം ഗൈസ്. എൻ്റെ മോനെ, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കോ, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മാവി മുക്കുന്നു കണ്ടോ, പിന്നെ നമ്മൾ പൊഴിയിലോ ഈ മാവിലോട്ട് ഇടുന്നു. ചക്ക. അപ്പം ഒന്നും കൂടെ നമുക്ക് ഈ മാവിലോട്ട് മുക്കണം, എന്നാലേ നല്ല ക്രിസ്പി കിട്ടത്തുള്ളൂ. ഇത്രയും ക്രിസ്പി ഉണ്ടെങ്കിൽ ഒരു വട്ടം മുക്കിയാൽ മതി. ഗൈസ് നമുക്കിങ്ങനെ കുടഞ്ഞു കൊടുക്കാം, എന്തിനാന്ന് വെച്ചാൽ ക്രിസ്പി പിടിച്ചിരിക്കത്തില്ല. ഗൈസ് നെക്സ്റ്റ് 1/4 പീസ് എടുക്കണം. മാവി മുക്കുന്നു, വീണ്ടും മാവി മുക്കുന്നു. അപ്പോൾ ഗൈസ് ഈ പൊടിയുടെ അഭിഷേകം. അപ്പോൾ എനിവേ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി ഫ്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അടുപ്പിലിപ്പം എണ്ണ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എണ്ണയിലോട്ട് നമ്മൾ ചിക്കൻ പീസൊക്കെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാനിലാണ് നമ്മൾ പൊരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ കണ്ട നമ്മളെ ചിക്കനൊക്കെ അങ്ങനെ മുങ്ങി പൊരിക്കും ഗൈസ്. നമ്മളെ KFC-യിലൊക്കെ നമ്മളിങ്ങനെ പൊരിക്കുന്നുണ്ടല്ലേ, അതിനൊക്കെ ഇങ്ങനെ മുങ്ങി പൊരിക്കാൻ പറ്റും. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനുള്ള പാനൊക്കെ എടുത്ത് പൊരിച്ചാൽ മതി ഗൈസ്, ഇങ്ങനെ കോപ്പിടിക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നീണ്ട കാത്തിരിപ്പിന്റെ ശേഷമുള്ള റിസൾട്ടാണ് ഗൈസ് കാണുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ ഇപ്പം നോക്കോ 12:30 തുടങ്ങിയ പരിപാടിയാണ്. മാവിടുന്ന് മുക്കുന്നു 1 മണി 2 മണി, ഇപ്പം ഏകദേശം 5 മണിയോളം ആയിട്ടുണ്ട്. നമ്മൾ 4:30 മസാല എല്ലാം എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം 5 മണി സംബന്ധിക്കാം നമുക്ക്, എന്ന് വെച്ചാൽ ഉറപ്പല്ല. ഇതിപ്പോൾ നല്ല ചൂടാണ് ഗൈസ്, അടുപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ ഗൈസ്. നമ്മളെ കടയിൽ അതേ മണം വരുന്നുണ്ട് കേട്ടോ, മണത്തിനൊന്നും യാതൊരുവിധ ഫോൾട്ടും ഇല്ല. ആ മണം തന്നെ ഗൈസ്, എൻ്റെ മോനെ മണപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, കഴിച്ചാൽ അപ്പഴേ തീർന്നു പോകത്തില്ലേ പൈസ്, ചുമ്മാ കഴിച്ച, അതുകൊണ്ടല്ല ചൂട് കാരണമാണ്. ക്രിസ്പി സൗണ്ട് ഞാൻ കാണിച്ചു തരാവേ ഗൈസ്. ഒരുപാട് പേർക്ക് സംശയം കാണും ഇതിനകത്ത് ക്രിസ്പി ആണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചെറിയൊരു പീസാണ്. ചിക്കൻ ഉണ്ട്, ചിക്കൻ എടുത്ത് കടിക്കണമെന്നുണ്ട്, പക്ഷെ ചൂട് പോട്ട്, നല്ല ചൂട് കഴിച്ചു. ഒൻ്റെ മോൻ പോലീസാണ് കൈ സൂചിച്ച കുറ്റമായിട്ട് കടയിൽ നിന്ന് അങ്ങനെ അത്യാവശ്യം ടേസ്റ്റ് ചെയ്തു. അടുത്തുവാ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ടേസ്റ്റ് ഒക്കെ കറക്റ്റ് ആവുന്നു, പക്ഷെ അല്ല ഗൈസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, ഞാൻ ഗ്യാരണ്ടി പറയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ സീരിയസ്ലി അത്ര നല്ല കഷ്ടപ്പെടെ ഉണ്ടാക്കിയാണ്. ഇതിന് നിങ്ങൾ ജയിക്കരുമെന്ന് അറിയാം, പക്ഷെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യാതെ പോലെ സൂപ്പർ സാധനം. ചൂടില്ലെങ്കിൽ നമ്മൾ ചിഞ്ഞാനാ. അപ്പോഴാണ് നീ ട്രൈ ചെയ്യടാ. പറയുന്നു അത് പുളിയാണ് കടയിലാത്ത. അയ്യോ, നമുക്ക് ക്രിസ്പി കഴിക്കുമ്പോ തന്നെ നല്ല ടേസ്റ്റ്. അപ്പൊ ഇത് കഴിച്ചു നോക്കാം.
ചൂടില്ലേ? നമുക്ക് അതോ നല്ല അടുത്തതോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഒക്കെ വെന്തോന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ കാണിച്ചു വിട്ടോ ബ്രാവേ. കടിച്ചു വേണ്ട, കടിച്ചു കാണിക്കണ്ട. ഭയങ്കര ചൂടാണ് കാണിച്ചു തരാം. ഓക്കെ, പൂ പോലെ വരുന്നുണ്ട് പഞ്ഞിയാണോ? നല്ല ചൂട്. കറി ഉണ്ടാക്കിയ കണക്ക് പറയാം നല്ല നല്ല എന്തായാലും ട്രൈ ചെയ്തേക്കാം. നമ്മളെ കഷ്ടപ്പാടാണ്. 12 മണിക്ക് തുടങ്ങാണ്, 5:05 തുടങ്ങ. പക്ഷെ നല്ല ചൂടുണ്ട് കശ്, അതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അതിൽ മാത്രമേ കാണത്തുള്ളൂ കശ്. മസ്റ്റ് ബന്ധോ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എങ്ങനെയുണ്ടാ പ്രാവേ? സത്യം സത്യമായിട്ടും നല്ല അവൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ കഴിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്റെ അമ്മ ഇതെന്താ കടയിൽ നിന്ന് വാങ്ങിച്ച ബ്രോസ്റ്റഡ് ആണ്. സീരിയസ്ലി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചെയ്തു നോക്ക്, ഞാൻ കള്ളം പറയത്തില്ല. അപ്പൊ എനിവേ ഇതാ ബ്രോസ്റ്റഡ് ഇരിക്കും, എനിക്ക് കഴിക്കണം. ഇപ്പൊ തണുപ്പ ചൂടാറതേ ഉള്ളൂ. നിങ്ങൾക്ക് ബ്രോസ്റ്റഡ് ആണോ KFC ആണോ ഇഷ്ടം? രണ്ടുപേരായിട്ടൊക്കെ തന്നെ അല്ലേ. അപ്പൊ ഗൈസ്, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വെയിറ്റ് ചെയ്യുക ഗൈസ്, ഇനി വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, ബൈ. ഇപ്പൊ ചൂടുമാണ്